അവിടെ കൊടുത്തോ? അവിടെ കൊടുത്ത് ഉച്ചക്കെല്ലാം ചോറ് കൊടുത്തു, വയറ് നിറച്ച് ചോറ് കൊടുത്തു. റേഷങ്ങളിൽ അരി കിട്ടില്ലേ, അപ്പൊ അത് ഞങ്ങൾ വെച്ചു കൊടുക്കണം ഇന്നത്തെ. സമ്മാനം. ആ ഓക്കെ, താങ്ക്സ്. ബിസ്ക്കറ്റ് എൻ്റെ വണ്ടിയിൽ എപ്പോഴും നിറച്ചിട്ടുണ്ട്. പിന്നെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്പർ ഏതാ? ഗൂഗിൾ പേ നമ്പർ ഏതാ? ആൾക്കാർ ചോദിക്കുന്നുണ്ട്. നമ്പർ കൊടുക്കണം, പറഞ്ഞു കൊടുക്കാം. പറഞ്ഞേ ഇതാ പറഞ്ഞേ 75 പറഞ്ഞേ 75 ഈ 75 92 98 10 52 ആണോ? ഇതാ ഗൂഗിൾ പേ ഉള്ളതാണോ? വൈഫിൻ്റെ. ആണല്ലേ, വൈഫാ ചോറ് വെച്ച് കൊടുത്തേക്കാം. ഇതേ അവർക്കൊന്ന് കൊടുത്ത് കഴിച്ചു, ഫുഡെല്ലാം കഴിച്ചു. കൊടുത്തല്ലേ? ചവ്വ ആ സൺഡേ ആയതുകൊണ്ടാണോ? ചവ്വ ഞാൻ അവിടെ ബോട്ട് കിട്ടിയില്ലേ, അവിടെ കൊടുക്കുക. അവിടെ ഇറച്ചി വാങ്ങിക്കാൻ പോകും. എല്ലാവർക്കും അറിയാം ഞാൻ ഈ ഏരിയ മുഴുവൻ എന്നെ അങ്ങനെ വിളിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ അറിഞ്ഞു. ഞങ്ങളിവിടെ വേറെ ഇവിടെ വാലടിയിൽ റെഡിയാക്കിയിട്ട് നിങ്ങളുടെ അച്ഛനുമായിട്ട് റെഡിയാക്കിയിട്ട് രാവിലെ ചോറ് കൊടുത്തായിരുന്നോ? രാവിലെ ചോറ് ചാവും. ബോട്ടിയിട്ട് ഫ്രീ ആയിട്ട് ചാവ് തരും. അവിടെ ഇട്ടു 10 എണ്ണം. അവിടെ 10 എണ്ണം ഉണ്ട്. ഇവിടെ 7 എണ്ണം പമ്പിൻ്റെ അവിടെ. ഈ നമ്പർ കൊടുത്താൽ പോരെ? ആ കൊടുത്താൽ മതി. എല്ലാം എനിക്ക് ഇഷ്ടമുള്ള പട്ടികളെ കാണണോ? കണ്ടു, ഒത്തിരി കണ്ട്. അതല്ല, എന്നെ സ്നേഹിക്കുന്ന പട്ടികളെ എനിക്ക് നിങ്ങൾ പൈസയോ സംഭാവനയോ ഒന്നും തന്നില്ലെങ്കിലും എനിക്ക് കിട്ടുന്ന പരിപാലനത്തിന് ഒരു നിശ്ചിത പോകാൻ ഞാനെല്ലാം കൂത്തി പുന്നമട്ടിലുണ്ട്, ഇവിടെയുണ്ട്. ഇത് ഈടെ കൊണ്ട് ആ ഒരു കൊലാടി മോൻ കളഞ്ഞ മറ്റേ കറുത്ത പട്ടി, അവിടുത്തെ പട്ടി അവർ കൊണ്ട് ഇവിടെ കൊണ്ട് കുത്തി ഇറക്കിയത്. അതിനൊക്കെ ഇതിനൊക്കെ മരുന്ന് കൊടുത്താ. ഇതിന് മരുന്ന് കൊടുത്തു, അതിന് മരുന്ന് കൊടുത്തു. അവന് ഞാൻ ബോട്ടക്കകത്ത് വെച്ച് കൊടുത്തു. ഇവിടെ ഈടെ പ്രസവിച്ചായിരുന്നു. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു അതിൻ്റെ അതുകൊണ്ട് കടത്താൻ പറഞ്ഞു. കടത്തി പുള്ളി ഇവിടെ പിടിച്ച് തിന്ന് കളഞ്ഞു, കൊല്ലും ഇവള്. എല്ലാത്തിനെയോ? ആ അല്ല, 4 കുഞ്ഞുണ്ടായിരുന്നു. 4നെ ഇവള് കൊന്നു. ഞാൻ അവർക്ക് അടിയൊക്കെ കൊടുത്തു. ഇല്ല അമ്മ സ്വന്തം. ഇവരുണ്ടായിരുന്നു ആദ്യത്തത്. ഇതിന് അവിടെ ഒരു വണ്ടി കാല് മേലാതെ വന്നപ്പോൾ കിട്ടിയത് അതിനെ. ഇതിന് ഇതേ ഇവിടെ കണ്ട ഞാൻ മരുന്നെല്ലാം വെച്ച് അത് കൊടുത്ത്. പിന്നെ വീട്ടിൽ ഒത്തിരി 2 പട്ടിയുണ്ട്. അതുങ്ങൾ വലിയ ഇതാ കൊണ്ടുപോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ ഭാര്യയും കൂടെ ഇവിടെ വന്നിട്ട് ചാക്കൊക്കെ വിരിച്ച് വേറെ ഉണ്ട്. 5-6 പട്ടിക്കുഞ്ഞുങ്ങളുണ്ട്. ഒത്തിരി ഫോട്ടോകളുണ്ട്. പട്ടി ഇവിടെ എല്ലാം തെരുവി കൊണ്ട് ഇവിടെ 4 പട്ടിയെ കൊണ്ട് ഈടെ കൊണ്ടുപോകണം. പിന്നെ ഞാനതിന് മരുന്ന് കൊടുത്തിട്ട് കാറുകാരെ ഏൽപ്പിച്ചു. ഓരോരുത്തർ വീട്ടുകാർ ഇങ്ങനെ സ്നേഹമുള്ളവരുണ്ടാവുമല്ലോ. ഈ നമ്പറിന്റെ പേരെന്തുവാ? 6 പേര്. ഇത് അജിത. അജിത.
കൊടുത്തേക്കാ പോകട്ടെ. ഓക്കെ താങ്ക്സ് കേട്ടോ. പട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഹരമാണ്. നിങ്ങൾ വിളിച്ചുകൊണ്ട് പട്ടിയെ കാണാൻ വരുന്നോണ്ട് ഞാൻ വരുന്നേ ഉള്ളൂ, അല്ലാതെ വരില്ല, അല്ലാതെ വരില്ല. പട്ടിയെ കാണാൻ ആര് വിളിച്ചാലും ഒത്തിരി പേര് വന്ന് ഫോട്ടോ എടുക്കും, പത്രത്തിൽ പടം എടുക്കുന്നുണ്ട്. പട്ടികളെന്ന് പറഞ്ഞാൽ എനിക്കൊരു മനുഷ്യനെയും നമ്മുടെ മക്കളെയും ഭാര്യയെക്കാട്ടും സ്നേഹം കൂടുതലുള്ളൊരു മൃഗമാണ്. ഇവിടെ ഈ നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധ മലിനീകരണം ശുദ്ധിയാക്കുന്ന ആരാന്നറിയാം? ഒരു മനുഷ്യനത്തില്ല. കല്യാണ പന്തൽ കഴിഞ്ഞാലും ഫുഡ് കഴിഞ്ഞാലും കൊടുക്കുന്ന ആരാ? ഇവന്മാരെ കൊണ്ട് ഇവിടെ കൊണ്ടുപോയി വഴിയിട്ട് കളയുക. എന്നിട്ടാണ് മണക്കുന്നു, കോപ്പ് മണക്കുന്നു, വറി മണക്കുന്നു, കൊണ്ട് കല്യാണ വീട്ടിൽ കൊണ്ട് സദ്യ കളഞ്ഞിട്ട് ഇവന്മാർ തിന്നില്ലെങ്കിൽ എന്നെ ചെയ്യും. 75 നമ്പർ കേട്ടോ. പൈസ ഉണ്ടെങ്കിൽ ഇതേലിട്ടാൽ മതി. ഇതെൻ്റെ നമ്പർ. ഇതെൻ്റെ നമ്പരാണ്. അജിത ഭാര്യയാണ് ചോറ് വെച്ച് തരുന്നതും. അവൾ വരാൻ ഒരുങ്ങിയതാ, കുളിച്ചൊന്നുമില്ല. പിന്നെ പിള്ളേർക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുവാനും അതിൻ്റെ തിരക്ക്. പട്ടിയെന്ന് പറഞ്ഞാൽ അവൾ ചത്തു കിടക്കും. കാണല്ല. നിങ്ങളിപ്പോൾ എന്നെ വിളിച്ചാൽ ഞാൻ വേണ്ടി പട്ടിയോടുള്ള സ്നേഹം കൊണ്ട് ഓടി വരുന്നത്, അല്ല. അതാണ് എൻ്റെ ഹരം. നിങ്ങൾക്ക് പട്ടിയുടെ ഹരമല്ലേ? പട്ടിയെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും വലുതാണ്. ആ എഴുത്തിലേ പാലടി എഴുത്തി ആ ഡോക്ടറോട് പറഞ്ഞു. ആ ഡോക്ടർ തന്നില്ല. ഞാൻ പിന്നെ ആ കാലാപ്പടിയിൽ അവിടെ ചെന്നാ മരുന്ന് വാങ്ങിച്ചത്. ഇവന് നോവുണ്ടായിരുന്നു നമുക്ക്. അവന് മറ്റേ വേറൊരു പട്ടിക്ക് പിന്നെ ഈ പൂട പൊഴിയുന്നു. അതിനൊരു ചെറിയ ഓയിൽമെൻ്റ് ഉണ്ട്. ഞാൻ മഞ്ഞപ്പൊടിയും ഇതും കൂടെ തേച്ച് അതെല്ലാം റെഡിയാക്കി കൊടുത്തു. ഓക്കെ താങ്ക്സ്. വന്നതിനും പട്ടിയിലായോണ്ടായ ഓടി വന്നു, അല്ലേ? വരില്ല. എല്ലാവരും ഇതൊക്കെയാണ്. ഓക്കെ.